السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا سيدي يا رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, അഭിവന്ദ്യരായ ഉലമാക്കൾ, ഈ മഹത്തായ വേദിയിൽ നമ്മുടെ മഹല്ല് ഭാരവാഹികളടക്കമുള്ള കാരണവന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരിശുദ്ധമായ ആദർശത്തിൽ വിശ്വസിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ ആദർശം ഈ ലോകത്ത് നിലനിർത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഭൗതികമായ പ്രതിസന്ധികൾ ചില സ്ഥലങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാം. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രവാചക ശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ, സഹാബത്ത് മുതൽ, താബിഉകൾ മുതൽ, അഇമ്മത്തുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങളും എല്ലാ കാലത്തും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് കൂടേണ്ടി വന്ന സാഹചര്യം ഒരു ഇസ്ലാമിക് ഇഷ്യൂ എന്ന് ചുരുക്കി വായിക്കാൻ പറ്റിയ പ്രശ്നം അല്ല. വഖഫ് ഭേദഗതി ബില്ലുമായി കടന്നു വന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹിതമായ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും, മനുഷ്യാവകാശങ്ങളിൽ നിന്നും, ന്യൂനപക്ഷാവകാശങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കം എന്നത് ആർക്കും സുതരാ വ്യക്തമാകും. ഇതിനു മുമ്പുള്ള ഇഷ്യൂകൾ കടന്നു വന്നപ്പോഴും, മുത്തലാഖ് പ്രശ്നമായാലും, പൗരത്വത്തിൻ്റെ വിഷയമാണെങ്കിലും, യൂണിയൻ സിവിൽ കോഡിൻ്റെ വിഷയമാണെങ്കിലും, അപ്പോഴൊക്കെ കിരൺ റിജ്ജു ഇപ്രാവശ്യം പറഞ്ഞതുപോലെ ഇത് മതങ്ങൾക്കൊന്നും എതിരല്ല എന്ന ഒരു കൊട്ടേഷൻ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തെ നമുക്കേതെങ്കിലും തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന ഒരു താല്പര്യം തന്നെ ഈ സമുദായം വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം ഈ വാക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് അധികാരത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അഹങ്കാരത്തോടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു സമുദായത്തെ പ്രതി ചേർത്ത് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വൈകൃതങ്ങളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്ത് തൊട്ടു വന്നിച്ച് ഒരു മഹിതമായ ഭരണഘടനയുമായി ഞാനതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണല്ലോ ഈ സഭയിലേക്ക്, അധികാര കസേരയിലേക്ക് വന്നത്. ആ സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെയും രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കിയ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെയും ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷങ്ങളെയും വളരെ വ്യക്തമായി
അപമതിച്ചുകൊണ്ടുള്ള സമീപനമാണ് സമീപകാലത്ത് നമ്മുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ സമയത്ത് നാം പ്രതീക്ഷയോടെ കാണുന്നത് ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് രണ്ട് സഭകളിലും ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളത്. എണ്ണാൻ പോലും ആളുകളില്ല. എന്നിട്ട് പോലും പ്രതിപക്ഷ ഐക്യനിര ഈ പ്രതിഷേധത്തിന് രൂപം കൊണ്ടു എന്നത് രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ മരണമണി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് കുഴിച്ചു മൂടാൻ സാധ്യമല്ല എന്ന താക്കീതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ഇപ്പോൾ കോടതി കണ്ട നിരീക്ഷണങ്ങളിലെല്ലാം ഇടക്കാല വിധി നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ ഇടക്കാല വിധി പ്രസ്താവിപ്പിക്കുക പോലുമില്ല എന്ന അഹങ്കാരത്തോടെ പറഞ്ഞവർക്ക് ഇരുട്ടടിയായും ഒരു LKG സ്റ്റുഡൻറ്റിൻ്റെ വിദ്യാഭ്യാസം പോലുമില്ലാതെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് രാജ്യത്ത് ധിക്കാരപരമായി സമീപിച്ച ഈ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ഒന്നൊന്നായി സുപ്രീം കോർട്ട് നിരീക്ഷിച്ചുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം നിരീക്ഷണങ്ങളുടെ ഒക്കെ ഒരു പരമ്പര കഴിഞ്ഞ് ബാബരി മസ്ജിദ് ഡിമോളിഷനുമായി ബന്ധപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ കണ്ടെത്തലുകൾക്ക് അവസാന വിധി വരുമ്പോഴേക്ക് അതിൻ്റെ മുഴുവൻ ഊർജവും ചോർന്നിരുന്നു എന്ന വസ്തുത ആശങ്കയോടെ കാണാമെങ്കിലും ഇന്ത്യ രാജ്യത്ത് പരമോന്നത നീതിപീഠത്തിലും ഇവിടുത്തെ വ്യവസ്ഥാപിത സംവിധാനങ്ങളിലും വിശ്വസിക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് ഞങ്ങളിവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒരുമിച്ചൊന്നായി കൂടിയപ്പോൾ എന്തുകൊണ്ട് സുന്നികളല്ലാത്തവരില്ല എന്ന് ചോദിക്കുന്നിടത്ത് വളരെ വ്യക്തമായും ഒരു സംശയത്തിൻ്റെ നിഴലിൽ പോലും ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ ഇഷ്യൂ വരെ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ന്യൂനപക്ഷം വരുന്ന എല്ലാ സമുദായത്തിലുമുള്ള ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പേരിൽ പറയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന 95% വരുന്ന സുന്നി മുസ്ലിങ്ങൾ വളരെ വ്യക്തമായ സമാധാനത്തിൻ്റെ പാതയിൽ അങ്ങേയറ്റം വരെ കാണുന്ന ജനാധിപത്യ സമരമുറകളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് എറണാകുളം സിറ്റിയിൽ ഈ നടക്കുന്ന പ്രതിഷേധ സമ്മേളനം. വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്, സമുദായത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ക്രൈമുകളുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ ക്രൈമുകളെ നോക്കി പണിഷ്മെന്റ് നടത്തുന്നതിന് പകരം സമുദായത്തെ പേര് പറയാനും സമുദായത്തെ അപമതിക്കാനും കാണിക്കുന്ന ത്വര ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന ചില ലോകാടിസ്ഥാനത്തിലുള്ള ശക്തികളുടെ വളരെ വ്യക്തമായ ഇടപെടൽ മുഖേനയാണ് എന്നും ഫലസ്തീനിൽ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുന്ന സമൂഹത്തിൻ്റെ പിന്നിലും വളരെ വ്യക്തമായ ഒരു ആദർശബോധത്തിൻ്റെ സൗന്ദര്യം അമേരിക്ക പോലെയുള്ള യൂറോപ്പിൻ്റെ അതുപോലെ വിവിധ രാഷ്ട്രങ്ങളിലെ ആളുകളിൽ ഇന്ന് സ്വാധീനം ചെലുത്തി ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുന്നു എന്നതാണ് ഇവരെ ഉറക്കം കെടുത്തുന്നതെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെയും പരസ്പരം കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി ഏത് ഭൗതികവാദിക്കുമുണ്ട് എന്ന് വ്യക്തമായി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശങ്ങളോട് വളരെ വ്യക്തമായ ആദരവ് കാണിക്കുന്ന, സമാധാനപരമായി ഈ രാജ്യം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പൂങ്കാവനത്തിൻ്റെ ദൃശ്യം പോലെ ജാതിമത ഭേദമന്യേ മനുഷ്യരെല്ലാം ഈ രാഷ്ട്രത്തോട് സ്നേഹമുള്ളവരും അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സമാധാനത്തിൻ്റെ ശീലുകൾ പാടുന്ന മദ്രസകളിലൂടെ സാർവത്രികമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഒരു സംവിധാനത്തിലെ സമൂഹമാണ് വ്യക്തമായ താക്കീതോടെ ഈ രാജ്യം നശിക്കാനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വലിച്ചു കീറാനും ഈ രാജ്യം ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ച മഹിതമായ നിയമങ്ങളെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളതെന്ന അർത്ഥബോധത്തോടെയുള്ള സമീപനം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഈ അഹങ്കാരത്തിൻ്റെ മൂർത്തിമോദ്ഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ വ്യക്തമായി മനസ്സിലാക്കണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് വായനകൾ ഉണ്ടായിട്ടുണ്ട്. ഫറോവമാരെ പോലെ
വളരെയധികം ദുഷ്ടശക്തികളായ നിരവധി പേർ ഈ രാജ്യത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. കുടുംബമില്ലാതെ, കുടുംബത്തിൻ്റെ അനുയായികൾ നാളെ എങ്ങനെ ജീവിക്കുമെന്ന ധാരണയില്ലാതെ ഈ രാഷ്ട്രം നശിച്ചാലും പ്രശ്നമില്ല, എനിക്ക് ശേഷം പ്രളയം എന്ന പ്രത്യേകമായ അജണ്ട വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഭരണാധികാരികളെ പോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളാണെങ്കിൽ വളരെ വ്യക്തമായി അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിലും പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭേദഗതി ബില്ലിൻ്റെ പിന്നിലും ഒളിച്ചിരിക്കുന്നത് അത്തരം വലിയ സ്വത്തുക്കൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണോ? ഒരിക്കലുമല്ല. നാം കണ്ടിട്ടുള്ളതാണ്, ഈ രാജ്യത്ത് ബൈ യൂസർ എന്ന പേരിൽ വഖഫ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ പാർലമെന്റിൽ നിയമം പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമപരമായി വന്നതാണ് ഇവിടുത്തെ വഖഫ് ബോർഡ്, അല്ലാതെ മതപരമായി സ്ഥാപിച്ചതല്ല. ട്രിബ്യൂണൽ ഇവിടെ സ്ഥാപിച്ചത് ഗവൺമെന്റിന്റെ സംവിധാനത്തിലൂടെയാണ്. ഭരണഘടന തൊട്ട് വന്നിച്ചുകൊണ്ട് കടന്നു വന്ന നിയമമാണത്. അതുപോലെ ഭരണഘടനയുടെ ട്രിബ്യൂണലിൽ ഇവിടുത്തെ ജഡ്ജിമാരാണ് വിധി കൽപ്പിക്കുന്നത്, അല്ലാതെ മതപണ്ഡിതന്മാരല്ല. എന്ത് തോന്നിവാസമാണ് പ്രഖ്യാപിക്കുന്നത്? ഒരു വലിയ മൈതാനത്തു കൂടി പോയാൽ, കലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തു കൂടി പോയാൽ ഒരു മുസ്ലിം പണ്ഡിതൻ ഈ സ്റ്റേഡിയം വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കൂട്ടരെ നിങ്ങൾക്കിത് നഷ്ടപ്പെടുമെന്ന വളരെ വ്യക്തമായും ഒരർത്ഥവുമില്ലാത്ത പ്രഖ്യാപനങ്ങൾ. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഭൂമി, നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ച മഹത്തുക്കളെല്ലാം പറഞ്ഞതുപോലെ എൻ്റെ സ്വന്തം ഭൂമിയാണെന്നുറപ്പുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി, ഒരു സംശയവുമില്ലാത്ത രേഖകൾ, അത് വെച്ചുകൊണ്ടുള്ള എൻ്റെ സ്വന്തം സ്വത്ത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും പരലോക മോക്ഷത്തിന് വേണ്ടി മാറ്റിവെക്കുകയും, അതുപോലെ മതപരമായ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും അനാഥകളെ സംരക്ഷിക്കുന്നതിലും ഒക്കെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം സമർപ്പിക്കുന്ന സ്വത്തിനാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. ഈ വഖഫിന്റെ ബില്ലുമായി കടന്നു വരുമ്പോൾ, ഭേദഗതി ബില്ലുമായി കടന്നു വരുമ്പോൾ, ഈ രാജ്യത്ത് ഇതുവരെ നിന്ന ആ വഖഫ് ബോർഡിനെ ഇവിടുന്ന് നിഷ്ക്രിയമാക്കി കളഞ്ഞാൽ, അതുപോലെ ദേവസ്വം ബോർഡ് ഇവിടെയുണ്ട്, സഭയുടെ ബോർഡ് ഇവിടെയുണ്ട്, എൻവിറോൺമെന്റായി പ്രത്യേകമായി ഇവിടെയുള്ള സംവിധാനങ്ങളുണ്ട്, സിഖുകാർക്കടക്കം. അതെല്ലാത്തിനും നേരെ കൈവെക്കുന്നതിനും കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ മൊത്തം എഴുതി കൊടുക്കാനുള്ള വളരെ ഗൂഢമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളും ഈ രാജ്യത്തെ രാഷ്ട്രബോധമുള്ള ആളുകളും കാണുന്നത്. അതുകൊണ്ടാണ് വിരലിലെണ്ണാൻ പോലും ഇല്ലാത്ത സഭയിൽ, മുസ്ലിങ്ങളില്ലാത്ത സഭയിൽ മുസ്ലിങ്ങളെ നേരെ അറ്റാക്ക് ചെയ്യുന്ന വഖഫ് ഭേദഗതി ബില്ലുമായി വന്നപ്പോൾ രാഷ്ട്രത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രഗത്ഭരായ ജനപ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ഈ ഒരു ബോധമാണ് ഈ സമൂഹത്തിൽ വേണ്ടത്. മുസ്ലിങ്ങൾ അവർ വളരെ സമാധാനപരമായി സമരമാഹ്വാനം ചെയ്യുമ്പോൾ, പ്രതിഷേധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങൾ കണ്ടില്ലേ, എറണാകുളം ജില്ലയിലെ മാത്രം മഹല്ലുകളിൽ ഒരു ചെറിയ അറിയിപ്പ് കൊടുത്ത് മാസങ്ങളോളമായി പ്രചരണം നടത്താതെ, ആവശ്യമായ ഒരു പ്രചരണ സംവിധാനങ്ങളും ചെയ്യാതെ നമുക്ക് അനിവാര്യമായ ഒരു ഒത്തുകൂടലുണ്ട്, വന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ വിവേചനം മറന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വരെ ഈ സമുദായം തയ്യാറാണ് എന്നതാണ് ഈ ഒരുമിച്ച് കൂടലിന്റെ വ്യക്തമായ വികാരം. ഇത് കണ്ടില്ലെന്നു നടിക്കുന്നത് രാഷ്ട്രത്തോട് സ്നേഹമുള്ളൊരു ഭരണാധികാരികൾക്കും പറ്റിയതല്ല എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആരാണ് ഇതിന് തീർപ്പ് കൽപ്പിക്കാനുള്ളത്? തീർപ്പ് കൽപ്പിക്കാൻ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് നിയമം അനുവാദം കൊടുക്കുകയാണ്. ഒരിക്കൽ 400 കൊല്ലം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് അന്യാധീനപ്പെടാനുള്ള കാരണം ആലപ്പുഴക്കാരനായ ജില്ലാ കളക്ടറായിരുന്നു എന്ന വസ്തുത നമുക്കറിയാം. ഈ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും അത്തരം അഹങ്കാരികൾ രാജ്യത്തിന്റെ ശിലകളെ ഇളക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാ ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ആധിപത്യം ചെലുത്തിയ ഫാസിസത്തിന്റെ പ്രത്യേകമായ കണ്ണു വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത് മുഴുവനും എഴുതിയെടുക്കാനുള്ള കുറുക്കു വഴിയാണ് ആ നിയമത്തിലൂടെ വെച്ചിട്ടുള്ളത്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഒരു പ്രലോഭനവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ
അത് ലോകം മുഴുവൻ ഇന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരാളെ മുസ്ലിമാക്കാൻ സാധ്യവുമല്ല. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ നാവ് കൊണ്ട് വെളിവാക്കിയാൽ പോരെ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ്. നാം ഈ ഒരുമിച്ച് കൂടിയ 10,000 ഒരാൾക്ക് നേരെ നീ മുസ്ലിമാണെന്ന് പറയടാ എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ മുസ്ലിമാകില്ല. നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നത് മനസ്സുകൊണ്ട് അംഗീകരിച്ചതിന് ശേഷമാകണം. നാവ് കൊണ്ട് വെളിവാക്കി പറയാൻ സമ്മർദ്ദങ്ങൾ കാരണമായി സംഭവിക്കും. അതേസമയം മനസ്സിന്റെ അംഗീകാരം കിട്ടാൽ ആ ഭൗതികമായ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റിയ മതമേ അല്ല. എന്നിട്ടും നേരെ വിരുദ്ധമായ പ്രചരണം നടത്തി ഇസ്ലാമിനെ പ്രതി ചേർക്കാനുള്ള ത്വരയാണ് ലോകത്ത് നടന്നതെങ്കിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള പല അജണ്ടകളും അതാ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുകയും പല രഹസ്യ വിവരങ്ങളും അവരാണ് തരുന്നതെന്ന് പറയുകയും ചെയ്ത് അവരെ കെട്ടിപ്പിടിക്കുന്ന രാജ്യത്തെ ഏതെങ്കിലും ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരുടെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കുമെന്നേ ഈ സമയത്ത് നമുക്ക് പറയാനുള്ളൂ. താൽക്കാലികമായി താമസിക്കാൻ ഒരു റെന്റൽ ബിൽഡിംഗ് വേണമെന്നും അതിന് താഴത്തെ നിലയിൽ ഞങ്ങൾ താമസിച്ചോളാമെന്ന് പറയുകയും എന്നിട്ട് മേലേക്ക് വലിയ സൗകര്യമുള്ള റൂമുകൾ അനുവദിക്കുകയും ചെയ്ത് പാവപ്പെട്ട ഫലസ്തീനികളെ താഴത്തെ നിലയുടെ പേര് പറഞ്ഞിറക്കി വിട്ട ആ ജൂദായിസത്തോട് കൂട്ടുകൂടി അമാദമായി വളരെ വ്യക്തമായി കൂട്ടുകൂടുന്ന ശൈലിയിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അധപ്പതിച്ചാൽ രാഷ്ട്രത്തിന്റെ സർവ്വ മൗലികാവകാശങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടും. മുസ്ലിമിന് മാത്രമല്ല, എന്നെ ഇപ്പോൾ പിടിച്ചില്ലല്ലോ എന്ന് സമാധാനിക്കുന്ന ചിലരുണ്ടല്ലോ, അവരുടെ പ്രസ്താവനകൾ നിരുത്തരവാദപരമാണ്. ഇവിടെയുള്ള മുഴുവൻ സ്വത്തുക്കളും കോർപ്പറേറ്റുകൾക്ക് അച്ചാരം കൊടുക്കാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമിലെ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നയാൾക്കോ ഇനി ആകാത്തയാൾക്കോ ആ വഖഫിന്റെ പൊതുനന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാനുള്ള ഇസ്ലാമിക് ജുറിസ്പ്രുഡൻസ് അഥവാ കർമ്മശാസ്ത്രം അനുമതി നൽകുന്നുണ്ട്. മനുഷ്യരെ അവിടെ വേർതിരിക്കുന്നില്ല. അങ്ങനെയുള്ള ആള് സ്വന്തം സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തെ 5 വർഷം മുസ്ലിമാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ, അതും സർട്ടിഫിക്കറ്റ് ആകണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു തുണ്ട് വഖഫ് ഭൂമിയുമായി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അതാ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് പ്രഖ്യാപിച്ച സമയം മുതൽ അത് വഖഫ് സ്വത്തല്ല. പുതിയ ബില്ല് പറയുകയാണ്, വഖഫ് സ്വത്തിന്റെ പരിരക്ഷ കിട്ടുകയില്ല. കിട്ടാതെ ആ സ്വത്തിന്റെ തീരുമാനം വന്ന ശേഷമേ വഖഫായി അത് പുനഃപ്രഖ്യാപനം നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം, നീട്ടിക്കൊണ്ടുപോകുന്ന നീതിയുടെ അധ്യായം അനീതിക്ക് തുല്യമാണ്. അതിവിടെ രാജ്യത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള കുറുക്കു വഴിയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ വിദ്യാഭ്യാസമുള്ള, വിജ്ഞാനമുള്ള, വിവരമുള്ള അധികാര കസേരകളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ഈ സമുദായമെങ്കിലും അർഹമായ പ്രാതിനിധ്യം മേടിക്കത്തക്ക നിലയിൽ വൈജ്ഞാനിക രംഗത്തുയർന്ന ഈ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തോട് ഇത്തരം പൊട്ടൻ കളി കളിക്കാൻ അധികാരി വർഗം തീരുമാനിക്കരുതെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളെ പറയുന്ന 26-ാം ഖണ്ഡിക ഇവിടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചു തരുമ്പോൾ മൗലികാവകാശങ്ങളെ വെട്ടിമാറ്റാൻ സഭയ്ക്ക് അനുമതിയുണ്ടോ എന്ന് കൂടുതൽ ചിന്തിക്കാതെ ഇവിടുത്തെ നീതിപീഠത്തിന് ചോദിക്കേണ്ടി വന്നുവെങ്കിൽ ഈ ചോദ്യത്തെ അവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയായി, ഒരു ദുരഭിമാനമായി ചിന്തിക്കാതെ രാഷ്ട്രത്തിന് നിശ്ചയിച്ചിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് സഭയോട് ചോദിച്ച ചോദ്യത്തെ മര്യാദയ്ക്ക് ഉൾക്കൊള്ളുകയും അതിന് പുനർവിചിന്തനം നടത്തുകയും അതുപോലെ അമുസ്ലിം സുഹൃത്തുക്കൾ അവരുടെ അവകാശങ്ങളെയും അവരുടെ ആ പ്രത്യേകമായ മതപരമായ ദേവസ്വം ബോർഡോ അതിൻ്റെ സ്വത്തുക്കളോ അതിലൊന്നും ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടത് തന്നെയാണ്. അതേസമയം ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം ആരെങ്കിലും പറയുമോ? അതേസമയം വഖഫ് ബോർഡിന്റെ CEO ആയി ഇനി രംഗത്ത് വരാൻ നോൺ മുസ്ലിംസിന് കഴിയുമെന്ന് പറയുമ്പോൾ മുസ്ലിം അമുസ്ലിം വ്യത്യാസം എന്ന് പറയണ്ട, മനുഷ്യാവകാശത്തിന്റെ ധ്വംസനം എന്ന് പറയണ്ട, രാഷ്ട്രത്തിന്റെ വഖഫുമായി ബന്ധപ്പെട്ട ഈ സഭയായതുകൊണ്ടാണ് പ്രഗത്ഭരായ ഞങ്ങളുടെ ഉമറാക്കൾ ഈ ഫ്രണ്ടിലിരുന്നു കൊണ്ട്
ഉലമാക്കൾ ഈ വേദിയിൽ ഇരുന്ന് എന്താണെന്നറിയുമോ? വഖഫ് എന്ന് പറയുന്ന വിശാലമായൊരു പ്രപഞ്ചത്തിന്റെ നൂലാമാലകളടക്കമുള്ള നിയമസംഹിതകളെ ഇസ്ലാമിക കർമ്മശാസ്ത്രം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ വൈജ്ഞാനിക രംഗത്ത് ഉന്നതിയുള്ള, വിശ്വാസ രംഗത്ത് വളരെ വ്യക്തമായ ആദർശബോധമുള്ള, എവിടെയെങ്കിലും കിടത്തി ഉറക്കി നല്ല സ്ഥലത്തൊന്ന് തടവിക്കൊടുത്ത് അന്ധവിശ്വാസത്തിന്റെ ചീട്ടുകൊട്ടാരത്തിലേക്ക് അവരെ കടത്തിവിടുന്ന മതമല്ല ഇസ്ലാം. അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ ബോധത്തോടെ ഈ സമുദായത്തോട് പെരുമാറണമെന്നും, സമുദായത്തിന്റെ വിഷയമായി ചുരുക്കാതെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ശിലയും ഭരണഘടനയും പിച്ചിക്കീറുന്ന ഒരു പ്രത്യേക ദുർവിധിയാണ്, ബില്ലാണ് ഈ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട് നിയമം പാസാക്കപ്പെട്ടു എന്ന അഹങ്കാരത്തോടെ രംഗത്ത് വരുന്നതെന്നും, ഈ നിയമങ്ങളൊന്നും വരാതെ തന്നെ ബുൾഡോസർ രാഷ്ട്രീയം നടത്തി ഈ രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ഈ സമുദായം ഇരയായി കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തമായ സമാധാനത്തിന്റെ ഊർജത്തോടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സുന്നി മുസ്ലിങ്ങളെയും അഥവാ വ്യക്തമായി രൂപപ്പെടുത്തി ഐക്യത്തിലാക്കി ഈ പ്രതിഷേധത്തിലും സമരത്തിലും ഇനിയും മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് തൽക്കാലം വിട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം അവൻ പൊരുത്തപ്പെട്ടതാക്കുകയും നാളെ ജന്നാത്തുൻ നഈമിലേക്ക് നമുക്ക് കടക്കാനുള്ള വിശ്വാസ രംഗത്തോ ആദർശ രംഗത്തോ നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത സ്വത്തിന്റെ രംഗത്തോ ഒരു പോരായ്മയും വരാതെ കാത്തു സൂക്ഷിക്കാൻ ജീവനേക്കാളുപരി ആദർശത്തിന് വില കൽപ്പിക്കുന്ന ഈ സമുദായം ഉണ്ടാകാൻ അള്ളാഹു നമുക്കതിന് വ്യക്തമായ ഈമാനിക ബോധത്തോടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷകഘടകമായ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും വ്യക്തമായ പിന്തുണ ഈ സമയത്ത് ഞാൻ പ്രതിനിധാനം വഹിക്കുന്നു എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കൂടിയായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടും അതിനിടയിൽ വന്ന ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനോട് കണക്കിന് ചോദ്യം ചെയ്തുകൊണ്ടും വ്യക്തമായ രാഷ്ട്രബോധത്തോടെ ഈ സമുദായം മുഴുവൻ നിൽക്കുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ ഈ മഹത്തായ വേദിയെ ദർശിക്കുന്ന ഇതര സമുദായ സുഹൃത്തുക്കൾക്ക് 1000 ഈ മജ്ലിസിന്റെ ഈ സദസ്സിന്റെ അഭിവാദനങ്ങൾ.